തുലാം രാശിയിലുള്ള അതിലെ വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലം പറഞ്ഞാൽ ചിത്തിര, ചോതി, വിശാഖം. അതിൽ ചിത്ര നക്ഷത്രക്കാരിലെ സ്ത്രീകളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ആരെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കാം. ചിത്തിര, ചോതി, വിശാഖം. വിശാഖത്തിലെ തുലാം രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. നമസ്കാരം. ഞാൻ ഈ രാശിഫലങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഫോൺ വിളികൾ കൂടി, മാനസിക സംഘർഷങ്ങൾ കൂടി വിളിക്കുന്നവർക്ക് സ്വാമി പറയുന്നത് കൃത്യമാണ്. സ്വാമി എനിക്ക് വല്ല ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഭീതി നിറഞ്ഞ ചോദ്യങ്ങൾ നിരവധിയായി. ലാൻഡ് ഫോൺ വെമ്പായത്തെ നമ്പർ കൊടുത്തിട്ടുണ്ട്, കൂടുതലായി. ടീച്ചർ പറഞ്ഞു സ്വാമി ഈ ജ്യോതിഷ പരിപാടി പറയണ്ട. പക്ഷേ എനിക്കൊരു ഇഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ കർണേശു ഉപാസനയോട് പറയുമ്പോൾ ആപത്ത് വരുന്നതിന് മുമ്പ് ഒരു സൂചന കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാധവൻ ഉണ്ണി വിളിച്ചത്. ഇന്ന് ടീച്ചറോട് സംസാരിച്ചു. മാധവൻ ഉണ്ണി ഒരു ബാങ്ക് മാനേജരാണ്. മാധവൻ ഉണ്ണി എന്നോട് പറഞ്ഞത് എനിക്ക് സ്വാമിയെ ഒന്ന് കാണണം. ഞാൻ ചോദിച്ചു നക്ഷത്രം ഏതാണ്? നക്ഷത്രം വിശാഖം, തുലാം രാശി, എൻ്റെ അതേ നക്ഷത്രം. ശനിയുടെ സഞ്ചാരം അത്ര ശരിയല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു താങ്കൾ കുറച്ച് മാത്രമേ സംസാരിക്കുകയുള്ളൂ? ആ അതേ സ്വാമി. ഞാൻ പറഞ്ഞു ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദിച്ചു താങ്കൾക്കിപ്പോൾ ഉള്ള മാനസിക സംഘർഷത്തിൻ്റെ കാരണം ഞാൻ ഒന്ന് പറയട്ടെ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് ജോലി ചോദിച്ചു. അപ്പോൾ ഞാൻ ബാങ്ക് മാനേജറാണ്. അപ്പോൾ ഈ ബാങ്കുകാരെക്കുറിച്ച് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ ബാങ്കിൽ പണമുള്ളവരോട് ഭയങ്കര സ്നേഹമാണ്, ഡിപ്പോസിറ്റ് ഉള്ളവരോട് ഭയങ്കര സ്നേഹമാണ്. ലോൺ എടുക്കാൻ ചെന്നവരോടും പണയം വയ്ക്കാൻ ചെന്നവരോടും വലിയ താല്പര്യമൊന്നുമില്ല. അവിടെ എല്ലാവരും അങ്ങനെ പെരുമാറുക. പണയം വയ്ക്കാൻ ചെന്നവരൊക്കെ നികൃഷ്ട ജീവികളാണ്. ലോൺ എടുക്കാൻ ചെല്ലുന്നവരെയും അവിടെ പോയി ഇരിക്കുമോ ഞാൻ വിളിക്കാം എന്ന് പറയും. പക്ഷേ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഉള്ളത്, എനിക്കൊരു ഡിപ്പോസിറ്റ് ഇല്ലെങ്കിലും എൻ്റേത് കൈമനത്തെ ഇന്ത്യൻ ബാങ്കാണ്, പിന്നെ വെമ്പായത്തെ HDFC ബാങ്കാണ്. അവിടെ ഡിപ്പോസിറ്റ് ഒന്നുമില്ല. പക്ഷേ എന്നാലും നമ്മളോട് സ്നേഹമുണ്ട്. നമ്മൾ അനന്തപത്ര സിനിമയൊക്കെ എഴുതി ജീവിക്കേണ്ട ആളായുണ്ട്. പിന്നെ എല്ലാവരെയും മോളെ മക്കളെ എന്നൊക്കെ വിളിച്ച് നിൽക്കുന്നതുകൊണ്ട് വളരെ സ്നേഹമാണ്. ഡിപ്പോസിറ്റ് ഒന്നുമില്ല. ഡിപ്പോസിറ്റൊന്നും ജീവിതത്തിൽ ഇനി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ആളുമല്ല. പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എന്തൊരു ഡിപ്പോസിറ്റാണ് ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് പലർക്കൊക്കെ കൊടുത്ത് തീർത്ത്. അതുകൊണ്ട് എനിക്ക് ദുഃഖവുമില്ല. നമുക്ക് ദൈവം സഹായിക്കുമ്പോൾ നമ്മൾ കുറച്ച് മനുഷ്യരെ സഹായിക്കണം. അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ടീച്ചറും കൂടെ അല്ലേ ഉള്ളൂ. പുസ്തകത്തിൽ നിന്ന് ഉള്ള വരുമാനം മതി. എന്താണ് കുറച്ച് മരുന്ന് മേടിക്കണം, വണ്ടി ഓടാൻ ഇത്തിരി പെട്രോൾ വേണം. പിന്നെ 2 പിള്ളേർ, ടീച്ചറിൻ്റെ ചേച്ചിയുടെ 2 മക്കളുണ്ട്, ചേട്ടൻ്റെ മകനുമുണ്ട്. പിന്നെ കുറച്ച് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളുണ്ട്. അവരൊക്കെ സ്വാമി എന്നൊക്കെ വിളിച്ച് നമുക്ക് സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല. അക്ഷരങ്ങൾ എനിക്ക് തന്ന സമ്പത്ത്, പുസ്തകങ്ങൾ എനിക്ക് തന്ന സമ്പത്ത്, ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ എൻ്റെ ദിഗംബരൻ എന്ന് പറയുന്ന സിനിമ ഉണ്ടായാൽ എഴുതി കഴിഞ്ഞു. സ്ക്രിപ്റ്റ് കാദംബരി എന്ന് പറഞ്ഞ സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇൻ്റർവ്യൂവിൽ കഴിഞ്ഞു. അതൊക്കെ എനിക്ക് തരുന്ന ചെറിയ ചെറിയ തുകകളൊക്കെ ഞാൻ വളരെ വളരെ ഹാപ്പിയാണ് ഇത്തരം കാര്യങ്ങൾക്കകത്ത്. അതുകൊണ്ട് ബാങ്കിലൊക്കെ പോയാൽ കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ കാണും. അപ്പോൾ എന്തായാലും മാധവനുണ്ടി വിളിച്ച് എന്തിനാന്ന് പറഞ്ഞാൽ എനിക്ക് സ്വാമിയെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു ഭാര്യയ്ക്ക് എന്താണ് ജോലി? ഭാര്യയുണ്ടോ? ഉണ്ട്. മകളുണ്ടോ? ആ മക്കൾ ഉണ്ട്. എത്ര മകൾ? ഒന്നാണോ? അതെ ഒന്നാണ്. അതെ 2 ഉണ്ടായോ? അപ്പോൾ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഭാര്യയ്ക്കൊന്ന് കൊടുക്കൂ. അപ്പോൾ കുറച്ച് നേരം നിശബ്ദമായി. എന്ന് പറഞ്ഞാൽ ബാങ്ക് മാനേജറാണ്, കുറച്ചേ സംസാരിക്കുള്ളൂ. സംസാരിച്ചാൽ വല്ല നഷ്ടപ്പെട്ടാലോ എന്ന് വിചാരിച്ചാണോ? അപ്പോൾ ഞാൻ ഭാര്യയ്ക്കൊന്ന് കൊടുക്കൂ. അപ്പം കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് കൊടുത്തു. ഞാൻ എന്താ പേര്? ഞാൻ പേര് പറഞ്ഞു. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ജയലക്ഷ്മി. ഞാൻ ജയലക്ഷ്മി, അദ്ദേഹം എന്നെ കാണണമെന്ന് പറയുന്നു. അതെ കാണണം സ്വാമി. ഞാൻ പറഞ്ഞ് സന്താന ദുഃഖം ഉണ്ടല്ലോ? ഉണ്ട് സ്വാമി. ഞാൻ പറഞ്ഞത് മകൾ കല്യാണം കഴിക്കുന്നില്ലേ? അപ്പോൾ ഇല്ല സ്വാമി. അതെന്താ? അതറിയത്തില്ല സ്വാമി. ശരി, എന്നെ ഒന്ന് കാണണമല്ലേ? ഞാൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാൻ. അല്ല, ഞാൻ പറയുന്ന മനുഷ്യൻ്റെ ഓരോ കാര്യങ്ങളാണ്. ഞാൻ ജയലക്ഷ്മിക്ക് എന്താണ് ജോലി? പേര് ജയലക്ഷ്മി എന്നല്ല കേട്ടോ, ഞാനങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ജയലക്ഷ്മിക്ക് ഇതാണ് ജോലി, ഞാനും ബാങ്കിലാണ്. അപ്പോൾ 2 ബാങ്ക് മാനേജർമാർ, അത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന 2 ബാങ്കിലെ മാനേജർമാർ, അവർക്കൊരു മകൾ. 2 പേരും ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തോ ഒരു മാനസിക സംഘർഷത്തിലാണ്. എനിക്ക് കാര്യം മനസ്സിലായി. ഈ പെൺകുട്ടി ഏതെങ്കിലും പ്രണയത്തിൽ കുടുങ്ങിക്കാണും. എന്നിട്ട് ആ ചെറുപ്പക്കാരനെ മതി എന്ന് പറയും. മറ്റൊന്ന് വിവാഹം വേണ്ടാന്ന് പറയും. ഇതിലേതാണെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് കുളിയും ജപമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ നമ്പർ എടുത്ത് വിളിച്ചു. ആദ്യത്തെ 2-3 നമ്പർ തെറ്റിപ്പോയി. കാരണം 1 മിനിറ്റ് തന്നെ 3-4 പേര് വിളിക്കും. ചിലരെയൊക്കെ വിളിക്കുമ്പം പേര് മാറിപ്പോവും. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ മാധവനുണ്ടി വിളിച്ചു. ഞാൻ പറഞ്ഞു തിരക്കാണോ? അല്ല സാർ, ഞാൻ ഇന്ന് ലീവ് എടുത്തു. ഭാര്യ എടുത്തോട്ടോ? വിളിക്കാം സാർ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ,
മകളുടെ കാര്യത്തിനകത്ത് മാനസിക ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ഞാൻ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാം, അവിടെ ജയലക്ഷ്മിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് മാറി നിൽക്കാമോ, ഞാൻ 2-3 ചോദ്യത്തിന് ചോദ്യം മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ 3-4 നക്ഷത്രങ്ങൾ ചോദിച്ചു. ഈ നക്ഷത്രത്തിൽ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. ആരുണ്ട്? മകളുണ്ട്. ശരി. ഇങ്ങനെ ഒരു രോഗാവസ്ഥയിൽ ആരെങ്കിലും ഭരിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പലരോടും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ഒരു ക്ഷേത്രം നശിച്ചതിനും ഒരു സർപ്പക്കാവ് നശിച്ചതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇല്ല സ്വാമി, അങ്ങനൊരു ഇല്ല, അങ്ങനെ ഒരു ക്ഷേത്രമോ കാവോ നശിച്ചിട്ടില്ല. അങ്ങനെ ഒരു സ്ഥലം ഉള്ളതായിട്ട് അറിയാമോ? അങ്ങനെ നമുക്കിത് ഞങ്ങൾ 2 പേരും ക്ഷേത്രവിശ്വാസികളല്ല. അപ്പോൾ പിന്നെ അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ക്ഷേത്രാചാരങ്ങളിൽ വിശ്വസിക്കാത്ത ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 3-ാം തലമുറയിൽ ദോഷമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. 3-ാം തലമുറ, അതിന് കാരണമുണ്ട്. അവരുടെ പൂർവ്വജന്മം എടുക്കുമ്പോൾ അവർ ക്ഷേത്രമായിട്ട് വിശ്വസിക്കാത്തതിന് കാരണം തന്നെ ഉണ്ടാകും. ഇപ്പോഴുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ നല്ലവണ്ണം പഠിക്കുന്ന മകൾ, സുന്ദരിയായ മകൾ, നല്ലവണ്ണം പഠിക്കുന്ന മകൾ, അവൾ മിടുക്കിയായി പഠിച്ച് ബാങ്ക് ടെസ്റ്റ് എഴുതി, ബാങ്ക് ഓഫീസറായി ജോലി കിട്ടി. പക്ഷെ അവൾ ജോലിക്ക് പോയില്ല. നമ്മൾ ആലോചിക്കണം, ഇതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള നമ്മൾ പഠിക്കേണ്ട, ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. അപ്പോൾ എനിക്ക് ആ പെൺകുട്ടിയോട് വളരെ അത്ഭുതം തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് മകളോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? കൊടുക്കാം സ്വാമി. കൊടുത്തു. ഞാൻ പറഞ്ഞു, മോളുടെ മുറിയിലൊക്കെ കയറൂ, ഞാനൊന്ന് സംസാരിക്കട്ടെ. ഞാൻ സുനിൽ പരമേശ്വരനാണ്, അനന്തഭദ്രം സിനിമ എഴുതിയ ആളാണ്. ഇപ്പോൾ സ്വാമിയുടെ പരിവേഷത്തിലൊക്കെ ഇരിക്കുകയാണ്. സ്വാമി എന്നാണ്, കാന്തല്ലൂർ സ്വാമി എന്നൊക്കെ ആൾക്കാർ വിളിക്കും. എഴുത്തും വായനയൊക്കെ ഉണ്ട്. എന്നാലും ആത്മീയത ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ ഇതൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. എനിക്ക് അച്ഛനും അമ്മയും എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ മോളടുത്ത് 2-3 കാര്യങ്ങൾ ചോദിക്കട്ടെ, മോൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുണ്ടോ? ഇല്ല സ്വാമി. ഞാൻ ചോദിച്ചു, മോൾ മിടുക്കിയായിട്ട് പഠിക്കും? അതെ, മിടുക്കിയായിട്ട് പഠിക്കും. ഇപ്പോൾ ബാങ്ക് ഓഫീസറായിട്ട് ജോലി കിട്ടി? കിട്ടി. ഞാൻ സ്വതന്ത്രമായി ചോദിക്കുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല സ്വാമി. സ്വാമി ചോദിച്ചോളൂ. എന്തുകൊണ്ട് വിവാഹം വേണ്ട? എനിക്കിപ്പോൾ വിവാഹം വേണ്ട. ഇപ്പോൾ വിവാഹം വേണ്ടേ? ഇനി ജീവിതത്തിൽ ഒരിക്കലും വിവാഹം വേണ്ടേ? അത് തീരുമാനിച്ചില്ല. എന്തായാലും തൽക്കാലം വിവാഹം വേണ്ട. 1. ഏതെങ്കിലും ആൺ സൗഹൃദങ്ങളുണ്ടോ? ഇല്ല, അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ആൺ സൗഹൃദങ്ങളില്ല, വിവാഹവും വേണ്ട. ശരി. ജോലി, ബാങ്ക് ഓഫീസറായിട്ട് ജോലി കിട്ടൂ. എവിടെയാണ്? ഡൽഹിയിലാണ്. എന്തുവാ, ദൂരെ ആയതുകൊണ്ടാണോ പോകാത്തത്? അല്ല. പിന്നെ എനിക്ക് ആ ജോലി വേണ്ട. അപ്പോൾ മോളെന്തിനാണ് ഇത് പഠിച്ചത്? അത് എനിക്ക് പഠിക്കണമെന്ന് തോന്നി. എനിക്ക് ബാങ്ക് ജോലി തന്നെ വേണമെന്ന് തോന്നി. ഞാൻ ബാങ്ക് ഓഫീസറായിട്ട് തന്നെ പഠിച്ചു. ബാങ്കിൽ എനിക്ക് ഏറ്റവും 1-ാം റാങ്ക്, 2-ാം റാങ്ക്, 3-ാം റാങ്ക് കണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. മിടുക്കിയാണ് പഠിക്കാൻ. എൻ്റെ ഗ്രഹനില കേട്ടപ്പോൾ തന്നെ അതിൻ്റെ നക്ഷത്രവും പറഞ്ഞ് എനിക്ക് അപ്പം തന്നെ എനിക്ക് കിട്ടിയ സംഭവം. ആ കുട്ടി വാശിയോട് പറയുന്നു, എനിക്ക് ജോലിയും വേണ്ട, എനിക്ക് വിവാഹവും വേണ്ട. എന്താണ് സംഭവം എന്ന് മനസ്സിലായോ? ഞാൻ ഈ പറയുന്ന ആരെങ്കിലും ബാങ്ക് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട്. ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്ന സംഘർഷം, ഡിപ്പോസിറ്റ് തയ്ക്കാൻ ബാങ്കിൻ്റെ മേലുദ്യോഗസ്ഥന്മാർ തരുന്ന സംഘർഷം, ഡിപ്പോസിറ്റ് മാത്രമല്ല അല്ലേ, നിങ്ങളുടെ ഫണ്ട് കൂട്ടാൻ, ബാങ്കിൽ ബിസിനസ് കൂട്ടാൻ മേലുദ്യോഗസ്ഥന്മാർ കിടന്ന സംഘർഷം, അവർക്ക് അവരുടെ മേലുദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന സംഘർഷം, ബാങ്കിൻ്റെ നിലനിൽപ്പിനായിട്ട് ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കുന്ന സംഘർഷം, അവർക്ക് ജീവിതം കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ്. ജീവിതമില്ല. 10 പേര് കേൾക്കുമ്പോൾ ബാങ്കിലെ ജോലിയാണ്, ശരിയാണ്, വളരെ അന്തസ്സുള്ള ജോലിയാണ്. അവർ ജീവിക്കാൻ മറന്നു പോകുന്നു. ഭാര്യയും ഭർത്താവും ബാങ്കിലാണെങ്കിൽ അവരൊരു കിടക്കയിൽ കിടക്കാൻ മറന്നു പോകുന്നു അല്ലേ. അവരുടെ ജീവിതം, ആ ബാങ്കിലെ ഭാരം, ബാങ്കിലെ അധ്വാനം, ബാങ്കിലെ സംഘർഷം കഴിഞ്ഞ് പെട്ടെന്ന് തലതെറിച്ചു പോകും. ബൈക്കാണെങ്കിൽ ഹെൽമെറ്റോടെ വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുടികൾ മുഴുവൻ പൊഴിഞ്ഞു പോകും. അവർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല, കുട്ടികളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് അറിയാൻ സമയമില്ല, കുട്ടികളുടെ വളർച്ചയെക്കുറിച്ച് അറിയാനാവില്ല. അവരും പഠിപ്പിക്കുന്നു കുട്ടികളെ. മിടുക്കിയായി പഠിച്ചു കുട്ടി പറയുന്നു, ഞാൻ ബാങ്ക് ഓഫീസറായി, എനിക്ക് ജോലി കിട്ടി, എന്നിട്ട് എനിക്ക് വിവാഹവും വേണ്ട, എനിക്ക് ബാങ്കിലെ ജോലിയും വേണ്ട. എന്താണ്? അച്ഛനും അമ്മയോടുള്ള ഒരു നല്ല സ്നേഹം കൊടുക്കാൻ കഴിയാതെ, ഒന്ന് ഹൃദയത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയാതെ അല്ലേ, മകളുമായിട്ടൊരു യാത്ര ചെയ്യാൻ കഴിയാതെ, ബാങ്കിലെ കണക്കുകൾക്ക് നടുവിൽ അല്ലേ, ബാങ്കിൻ്റെ ടാലിയാക്കാൻ പറ്റുന്ന, ബാങ്കിൽ ഇട്ടുകൂടുന്ന ഡിപ്പോസിറ്റുകളുടെ നടുവിൽ മാത്രം ശ്രദ്ധിച്ച് ബാങ്കിലെ സംഘർഷങ്ങൾക്ക് നടുവിൽ ദാമ്പത്യം തകർന്നു പോകുന്ന ഒരുപാട് ബാങ്ക് ജീവനക്കാരെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. ബാങ്ക് ജോലി എന്നവരെക്കുറിച്ച്. അവർക്ക് ജീവിതമില്ല, അവർ നല്ലൊരു സിനിമ കാണാൻ പോകുന്നില്ല. ഞാനിത് എൻ്റെ പഠനമാണ്, പഠനം മാത്രമല്ല ഒരുപാട് പേരെ എനിക്കറിയാം. ഇതിപ്പോൾ മാധവൻ ഉണ്ണിയുടെയും ജയലക്ഷ്മിയുടെയും കഥയാണ്.
അവരുടെ ഒരു മകളുടെയും കഥ. ആ കുട്ടി എന്ത് ചെയ്തു? പഠിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥ തന്നെയായി. ബാങ്കിൽ ഏറ്റവും ഉയർന്ന ജോലി കിട്ടി, വലിയ സീനിയർ പോസ്റ്റ് കിട്ടിയിട്ട് പോലും എനിക്ക് വിവാഹവും വേണ്ട. ആ പ്രതികാരമാണ് അതിനകത്ത്. ആ കുട്ടിയുടെ മനസ്സ്, ആ കുട്ടി വളർന്നത്, ആ കുട്ടിയെ വളർത്തി, കാലം ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരുന്നു. അച്ഛനമ്മ രാവിലെ എഴുന്നേൽക്കുന്നു, വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു, കുട്ടിയെ പഠിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ ക്രെഡിറ്റ് പറയുന്നു, മകളെ പഠിപ്പിക്കുന്നു, മകൾക്ക് ഇന്ന ജോലി കിട്ടി വിവാഹം കഴിപ്പിക്കാൻ പോകുമ്പോഴാണ് കുട്ടി വിവാഹം കഴിക്കുന്നില്ല, ജോലിക്കും പോകുന്നില്ല, വെറുതെ ഇരിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട്? ഇത് മാതാപിതാക്കൾ അറിയണം. കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ മാത്രമല്ല, കുട്ടികൾക്ക് സ്നേഹം പകർന്നു കൊടുക്കണം, കുട്ടികളുടെ അഭിരുചികളെക്കുറിച്ച് അറിയണം. കുട്ടികളുമൊത്ത് നമ്മൾ കുറച്ച് നേരം സിനിമയ്ക്ക് പോവുകയോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയോ ചെയ്യണം. സ്വന്തം ജോലി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ അവരുടെ താല്പര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞാലേ അല്ലേ പറ്റുള്ളൂ. ഇപ്പം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ വളരെ ചുരുക്കമാണ്. പക്ഷേ എനിക്ക് വളരെ അത്ഭുതം തോന്നി. ഞാനപ്പോൾ മോളുടെ പരിപാടി എന്താണ്? ഞാനൊന്നുമില്ല, കുറേ കാലത്തൊക്കെ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ഏതെങ്കിലും പുരുഷ സൗഹൃദം ഉണ്ടായിട്ടാ ഒരുപാട് പേര് ഇഷ്ടമാണ്, സ്നേഹമാണ്, പ്രപ്പോസലൊക്കെ വന്നു. എനിക്ക് താല്പര്യമില്ല സ്വാമി. എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയും ജീവിക്കുന്ന കണ്ടു. രണ്ടുപേരും കണക്കുകളുടെ ലോകത്താണ്, സംഘർഷങ്ങളുടെ ലോകത്താണ്, അക്കൗണ്ട്സിൻ്റെ ലോകത്താണ്. കണക്കുകളുടെ ലോകത്തായിപ്പോയി. സ്ഫടികം സിനിമ പോലെ കണക്കുകളാണ് എല്ലാം. അപ്പോൾ രണ്ടുപേരും ബാങ്കിലെ വലിയ സീനിയർ ആൾക്കാരാണ്. രണ്ട് ബാങ്കിലെ സീനിയർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നിനും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ, ജീവിതത്തിനെക്കുറിച്ച് അറിയാൻ അവർക്ക് സമയമില്ലാതെ പോകുന്നു. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? അസുഖം വന്നാൽ, തലവേദന വന്നാൽ ഒരു പാരസെറ്റമോൾ കഴിക്കും, പനി വന്നാൽ ഒരു മരുന്ന് വാങ്ങിച്ച് കഴിക്കും. ഈ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ ഓവറായിട്ടുള്ള സംഘർഷങ്ങൾ, ഓവറായിട്ടുള്ള ഭാരം, ഈ ഭാരം നമുക്ക് തരുന്നത് എന്താണ്? ശാരീരികമായിട്ടുള്ള അവശത, രോഗലക്ഷണങ്ങൾ. ഇതൊന്നും അറിയുന്നില്ല. അവസാനം റിട്ടയർമെൻ്റ് ആകുമ്പോൾ കുറേ പണം കിട്ടും. ഈ പണം മേടിച്ചു കൊണ്ടുവന്ന് അക്കൗണ്ടിലിട്ട് കഴിഞ്ഞിട്ട് ഒരു ഇരിപ്പാണ്. ചുറ്റും ബന്ധുക്കളുമില്ല. ആരെങ്കിലും കടം മേടിച്ചുകൊണ്ടാകുമ്പോൾ എനിക്കറിയാവുന്ന ഒരാളുണ്ടല്ലേ, ബാങ്കിലെ പണം മേടിച്ചുകൊണ്ടിട്ട് നശിച്ചു പോയ ഒരാളുടെ കഥയുണ്ട് എൻ്റെ അടുത്തൊരു വലിയ ബാങ്ക് മാനേജർ, ഞാൻ പറഞ്ഞിട്ടുള്ള കഥയാണ്. ബാങ്ക് മാനേജർ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് വളരെ കർക്കശക്കാരനായ സ്വഭാവക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനുമുണ്ട്. ഒരു മാസത്തിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ കർക്കശക്കാരനായിട്ടുള്ള മനുഷ്യൻ, എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഞാൻ ഈ പറഞ്ഞ കഥ. കർക്കശക്കാരനായിട്ടുള്ള മനുഷ്യൻ എന്ത് ചെയ്തു? പെൻഷൻ കിട്ടിയ എത്രയോ ലക്ഷം രൂപ ബാങ്കിൽ ആരോടും അണ്ണ് വീണ കണക്കിനെ സംബന്ധിച്ചിടത്തോളം മാറ്റമില്ലാത്ത മനുഷ്യൻ. ആളുവിടെ മാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ആ കിട്ടിയ എത്രയോ ലക്ഷം രൂപ, 1 കോടി രൂപയ്ക്ക് അടുത്തോളം ഉണ്ടാവും. ആ പണം കൊണ്ടുവന്ന് പിന്നെ ബാങ്കിലിട്ടപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ 3ാമത്തെ വീട്ടിൽ ഒരു ബ്രാഹ്മണ കുടുംബം താമസിക്കുന്നുണ്ട്. അവർ അച്ഛനും മക്കളും എല്ലാം കൂടെ എന്തോ ബിസിനസ്സാണ്. അവർ ഈ ബാങ്ക് ഇട്ടുന്നതിൻ്റെ വൈകുന്നേരം ഈ അച്ഛനും മക്കളെല്ലാം കൂടെ വന്ന് പറഞ്ഞു, സാറേ പിന്നെ ഒരാഴ്ചത്തേക്ക് ഞങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ വേണം. 50 ലക്ഷം എന്ന് വിചാരിക്കൂ, അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന പൈസയാണ്. ഇല്ലെങ്കിൽ 1 കോടിയാണെന്ന് വിചാരിച്ചോളൂ. ഇത്രയും ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം. 7 ദിവസം മതി. 8ാമത്തെ ദിവസം ഞങ്ങൾ ഈ പണം ഇത്ര പൈസ കൂടെ ചേർത്ത് തിരിച്ചു തന്നേക്കാം. ഇത്ര പൈസ എന്നാണ് ഇൻട്രസ്റ്റ്. എപ്പോഴും ബാങ്കുകാർ ഇൻട്രസ്റ്റ് മാത്രം കണക്ക് കൂട്ടും. ഈ ഷെയർ മാർക്കറ്റിലുള്ളവരെ കുറിച്ച് അറിയത്തില്ലേ? അവർ സ്നേഹത്തിന് പോലും ഷെയറാണ് കണക്ക് കൂട്ടുക. ഷെയർ മാർക്കറ്റ് ജോലി ചെയ്യുന്നവരെല്ലാം ഷെയറായിട്ടേ കണക്ക് കൂട്ടുള്ളൂ. ജീവിത മൂല്യങ്ങൾക്കകത്ത്, ഇഷ്ടബന്ധങ്ങൾ, സ്നേഹത്തിനകത്തൊക്കെ ഷെയറല്ല കാണേണ്ടത്. സ്നേഹമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത വികാരമാണ്. ആ വികാരം നമ്മൾ മറന്നു പോകരുത്, അല്ലേ? ഇഷ്ട സഹോദരങ്ങൾ തമ്മിൽ ഇപ്പോൾ ബന്ധമില്ല. കണ്ടിട്ട് ഇന്നലെയൊക്കെ അടിച്ചു കൊല്ലുകയും സഹോദരങ്ങൾ തമ്മിൽ കുത്തിക്കൊല്ലുകയും അടിച്ചു കൊല്ലുകയൊക്കെ ചെയ്യുന്നു. സഹോദരന്മാരനെ ശത്രുവായിട്ട് കാണുക. മൂത്തൊരു സഹോദരി ഉണ്ടെങ്കിൽ ബാക്കിയുള്ള സഹോദരങ്ങളെയൊക്കെ നോക്കണം, അവർ ശത്രുവായിട്ട് കാണുക. ശത്രു, അവൻ മരിച്ചു, ഏറ്റവും നല്ലത്, അവൻ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഒരുപാട് പേരുണ്ട്. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു തരം അസ്വസ്ഥത. നിങ്ങളെന്താ ആരെക്കുറിച്ചായി പറയണമെന്ന് ഞാൻ ചോദിക്കും. അല്ല സ്വാമി, അവൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം അവൻ്റെ ഭാര്യയായിട്ട് ചേർന്ന് എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവനാണ്, അവൻ എനിക്കെതിരെ ആഭിചാരം ചെയ്ത് എൻ്റെ കലത്തിനകത്ത് നിർത്തുന്നതൊക്കെ പറയും. എന്തൊരു മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ പറയുന്നത്. എന്നാലും ഒരു ഗർഭപാത്രത്തിൽ നിന്ന് വന്നവർ പരസ്പരം സ്നേഹിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സ്നേഹം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, അല്ലേ? ചിലരോട് എനിക്ക് വലിയ ഇഷ്ടം തോന്നുന്നു അത്തരം സ്നേഹബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരോടുള്ളത്. എന്നിട്ട് ഇദ്ദേഹത്തിന് പൈസ കൊടുത്തു. ഇദ്ദേഹം പൈസ കൊടുത്തു. 7 ദിവസം കഴിയുമ്പോൾ ഇത്രയും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കാണും. എന്തായാലും 7ാമത്തെ ദിവസം ഇവരെ കാണാത്തതുകൊണ്ട് ഇദ്ദേഹം 8ാമത്തെ ദിവസം രാവിലെ അവരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്നോ? ആ കുടുംബത്തിൽ അദ്ദേഹത്തെ കാണാൻ വന്ന അച്ഛനും മക്കളും ആത്മഹത്യ ചെയ്യുന്നു, മരിച്ചു കിടക്കുന്നതാണ്. മുഴുവൻ പണവും പോയി. അത് ഈ അടുത്ത 2 വർഷം മുമ്പാണ് മരിച്ചത്. വൈഫ് എന്നെ വിളിച്ചിരുന്നു. ഒരു മകനുണ്ട്, ബാംഗ്ലൂരാണ്. ഞാനീ പറഞ്ഞു വന്നത്, ഒരിക്കലും ബാങ്ക് ജീവനക്കാർ, ബാങ്കിൽ ജീവിക്കുന്നവർക്ക് സ്വസ്ഥതയില്ല.
ഞാൻ എൻ്റെ ബാങ്കിൽ ഇന്ത്യൻ ബാങ്കിൻ്റെ കവിത മേടമൊക്കെ ഉണ്ട്. ഞാൻ പോകുമ്പോൾ പറയും നിങ്ങളെന്ത് സമാധാനം വലിയ സിനിമയൊക്കെ കാണും ഇടയ്ക്കിടയ്ക്ക്. ഈ കണക്കുകളുടെ ലോകത്ത് നിന്നും കൊണ്ട് മാറി നിൽക്കാൻ പറയും. നമ്മുടെ മനുഷ്യരെപ്പോഴും സമ്പത്തിനെക്കുറിച്ച് മാത്രം, സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ തിരിച്ചും ഒരാളും തിരിഞ്ഞു നോക്കില്ല. കല്യാണം വിവാഹം കഴിഞ്ഞ് പോയാൽ തിരിഞ്ഞു നോക്കാത്തവർ. ഈ അടുത്ത കാലത്തിൽ അച്ഛനും അമ്മയും വിളിച്ചു, സ്വാമി അവൻ കല്യാണം കഴിച്ചു പോയി, അവൻ പിന്നെ ഞങ്ങളെ വിളിച്ചിട്ടേ ഇല്ല സ്വാമി, എങ്ങനെങ്കിലും അവനെ തിരിച്ചു കൊണ്ടുവരാൻ വല്ല പൂജ കർമ്മങ്ങൾ വല്ലതുകൊണ്ടോ? എന്ത് പൂജ, എന്ത് കർമ്മം? ഒന്നുമില്ല. ഭാര്യയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയാണ് സ്വർഗ്ഗലോകം. ഈ പാവപ്പെട്ട അച്ഛനും അമ്മയും വളർത്തി പഠിപ്പിച്ച് വലുതാക്കിയ അച്ഛനും അമ്മയും വേണ്ട. പകരം ചെന്ന് കയറിയ വീട്ടിൽ ഉണ്ടാകുന്ന ഭാര്യ കൊടുക്കുന്ന ഭൗതിക സുഖങ്ങളും ആത്മീയ സുഖങ്ങളും അവരുടെ പുതിയ അന്തരീക്ഷമൊക്കെ അച്ഛനും അമ്മയും വല്ലപ്പോഴും മാത്രം നോക്കാം. ഈ അടുത്ത കാലത്ത് ഒരാൾ അച്ഛനും അമ്മയെ നോക്കിയതേ ഇല്ല. അവർ വളരെ ദയനീയപ്പെട്ട്, വേറൊരു 2 സഹോദരിമാരുണ്ടായിരുന്നു, അതിൽ ഒരു സഹോദരി നോക്കത്തേ ഇല്ല. മൂന്നാമത്തെ സഹോദരി അച്ഛനമ്മമാരെയും കൊണ്ടുപോയി നോക്കി, നല്ലവണ്ണം നോക്കി. 2 അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഈ സഹോദരൻ ഒരു ദിവസം വിളിച്ചു വന്നു, വളരെ ക്ഷീണിതനായിട്ട് വന്നു. എന്താണ്? മക്കൾ അവരെ അടിച്ചിറക്കി കിടക്കാൻ സ്ഥലമില്ല. ഏതാണ്? അച്ഛനമ്മമാരെ നോക്കിയില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോൾ കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇളയ സഹോദരി ചോദിച്ചൊരു ചോദ്യം, എന്നെ വിളിച്ചു സ്വാമി ഇതാ വന്നിട്ടുണ്ട്, ജീവിതത്തിൽ ഒരു മകനെ ഉണ്ടാവൂ, ലാളിച്ച് വളർത്തിയതാണ്, ഒരിക്കൽ പോലും അവസാനം അച്ഛനും അമ്മയും മരിക്കാൻ നേരത്ത് അവസാന കാലം വരെ ചോദിച്ചു, അവനൊന്നും വന്നില്ലല്ലോ, എന്നെ ഒന്ന് കാണാൻ വന്നില്ലല്ലോ മോളേന്ന്. ഇവരെ ആശ്വസിപ്പിച്ച് മരിച്ചു. ഇളയ മകൾ നോക്കിയിട്ടേ ഇല്ല. അവൾ 2-3 കല്യാണവും കഴിച്ചു. അവളെ വഴിക്ക് പോയി. അല്ല, ഞാൻ പറഞ്ഞ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെക്കുറിച്ച് ഞാനിങ്ങനെ പറയുന്നത്. എന്നിട്ട് പോയി അയാൾ വന്നു. അപ്പോൾ എന്നെ വിളിച്ച് ചോദിച്ചു. ഞാൻ പറഞ്ഞു നമുക്കൊരു പ്രതികാരം വേണ്ട, എന്തായാലും കൂടെ ഒന്ന് താമസിപ്പിച്ചോളൂ, അയാൾക്ക് ഭക്ഷണം കൊടുത്തോളൂ, നമുക്ക് പുണ്യം ഉണ്ടാകട്ടെ, അച്ഛൻ്റെ ആത്മാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് പറഞ്ഞ് കൂടെ നിർത്തി. എന്തായാലും ഇതാണ് ഇന്ന് മനുഷ്യൻ്റെ ഒരു അവസ്ഥകളിലൂടെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ തുലാം രാശിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വൃശ്ചിക രാശിയുടെ ഫലം പറഞ്ഞു കഴിഞ്ഞുള്ള തുലാം രാശിയിലുള്ള അതിലെ വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലം പറഞ്ഞാൽ ചിത്തിര, ചോതി, വിശാഖം. അതിൽ ചിത്തിര നക്ഷത്രക്കാരിലെ സ്ത്രീകളാണെങ്കിൽ നാവ് അടക്കി തന്നെ ജീവിക്കണം. നാവ് അടക്കിയില്ലെങ്കിൽ വിഷം വായിൽ നിന്ന് വരും എന്നാണ്. ഞാൻ വിഷവാക്കുകൾ ഉപയോഗിക്കും. ചോതി നക്ഷത്രക്കാർക്ക് ഗ്രഹനില പ്രകാരം, ജ്യോതിഷപ്രകാരം നല്ല കാലമായിരിക്കും. പക്ഷേ പണത്തിൻ്റെ പിശുക്ക്, പണം കൊടുക്കുമ്പോൾ, പണം കൈമാറ്റം ചെയ്യുമ്പോൾ പണത്തിന് ആഗ്രഹിച്ച് എന്തെങ്കിലും ചെയ്യാൻ പോയാൽ, പണം മാത്രമാണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നഷ്ടം ആഗ്രഹിച്ച് സന്താനങ്ങൾക്ക് സന്താനയോഗം ഉണ്ടാവുന്ന കാലഘട്ടമാണെങ്കിൽ പരിഹാരക്രിയകൾ ചെയ്യുന്നത് നല്ലതാണ്. അത് ചിത്ര നക്ഷത്രക്കാരും ചെയ്യുന്നത് നല്ലതാണ്. ചിത്ര നക്ഷത്രക്കാർ സ്വന്തം ഗൃഹം, ജനിച്ച ഗൃഹം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പിതൃക്കൾക്ക് കർമ്മം ചെയ്യുന്ന രാമേശ്വരത്ത് പോയിട്ട് 7 തലമുറയുടെ പിതൃക്കൾക്ക് കർമ്മങ്ങൾ ചെയ്ത് 22 തീർത്ഥങ്ങളിൽ കുളിക്കുന്നത് നല്ലതാണ്. ചിത്ര നക്ഷത്രക്കാർ കാക്കയ്ക്ക് എള്ളും ചോറും കൊടുക്കാം. ചിത്ര, ചോതി, വിശാഖത്തിലെ തുലാം രാശിക്കാർ വളരെ ശ്രദ്ധിക്കണം. ഈ ധനപരമായ കാര്യത്തിൽ ധനം വന്നു ചേരണമെങ്കിൽ നിലനിർത്തുന്ന കാര്യത്തിനെക്കുറിച്ചും ശത്രുക്കൾ നമ്മൾ ഈ ആഭിചാരം ചെയ്യുന്നൊക്കെ തോന്നും, അതൊന്നും ചേക്കത്തില്ല. ഒരു ശത്രുദോഷങ്ങളും ഏൽക്കുന്ന പരിപാടിയില്ല. അനിഴം നക്ഷത്രത്തിനും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമുണ്ട്. അനിഴം നക്ഷത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുവാണെങ്കിൽ രോഗദുരിതങ്ങളുടെ ഒരു കാലഘട്ടമാണ്. കഴുത്തിന് മുകളിലോട്ട് രോഗാവസ്ഥ, രക്തത്തിൽ രോഗാവസ്ഥ, മാനസികമായ ദുരിതം, മനോദുരിതത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വേറൊരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അന്യം നക്ഷത്രക്കാർ മനോദുരിതങ്ങൾക്കുള്ള കാലഘട്ടമാണ്. അത് വരുമ്പോൾ 9 മാസം ഒരു ഗ്രഹം പിഴച്ച് സഞ്ചരിക്കും എന്നാണ്. ഗ്രഹപ്പിഴകളുടെ ഒരു കാലഘട്ടമുണ്ട്. വിചാരിക്കുന്ന പോലെ ഒരു കാര്യം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സന്താനങ്ങൾക്ക് ദുരിതം ഉണ്ടാകുന്ന കാലഘട്ടം, സന്താനങ്ങൾക്ക് തടസ്സമുണ്ടാകുന്ന കാലഘട്ടം, കർമ്മസ്ഥാനത്ത് തടസ്സമുണ്ടാകുക, ഓപ്പറേഷൻ വരെയൊക്കെ വരാനുള്ള സാധ്യത അനിഴ നക്ഷത്രക്കാർക്ക് വളരെ ദോഷകാലമാണ്. ഭർത്താവിന് ദുരിതങ്ങൾ, ഭാര്യ സ്ത്രീയാണ് അനിഴമെങ്കിൽ ഭർത്താവിന് ദോഷകാലവും, പിന്നെ പുരുഷനാണെങ്കിൽ ഭാര്യയ്ക്ക് ദോഷകാലമാണ്. അനിഴ നക്ഷത്രത്തിന് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാലത്തിന് ഉദരത്തിനും കാലിനും രോഗം വരാനുള്ള കാലഘട്ടമാണ്. അത് പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ടൊരു ദേവിയുടെ കോപം നടക്കുന്നതുകൊണ്ട് ഈ തൊഴുവങ്കോട് ക്ഷേത്രങ്ങളിൽ തിരുവനന്തപുരത്താണെങ്കിൽ, ഇല്ലെങ്കിൽ ദേവി ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ
ഒരു കറുത്ത കോഴി ഉഴിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. പത്തനംതിട്ട ജില്ലയിലൊക്കെ ആണെങ്കിൽ മലയാലപ്പുഴ ക്ഷേത്രത്തിൽ ഒരു കറുത്ത കോഴിയെ ഉഴിഞ്ഞു വെച്ച് മഞ്ചാടിക്കുഴി വാരിയിടുന്നത് പരിഹാരമാവും. ഭദ്രകാളി ക്ഷേത്രത്തിലെ പരിഹാരങ്ങൾ ഭയങ്കര ഫലം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ പശുക്കളെ വളർത്തുന്നവരാണെങ്കിൽ, നാൽക്കാലിയെ കുടുംബത്തിൽ വളർത്തിയിരുന്നെങ്കിൽ, നാൽക്കാലി ചത്തിട്ടുണ്ടെങ്കിൽ ഈ അളകപ്പൻകൂട് എന്ന് പറയുന്ന നമ്മുടെ ശാന്തിവിള ദിനേശ് പറഞ്ഞൊരു അമ്പലമുണ്ട്, അവിടെ പോയിട്ട് ഈ നാൽക്കാലികൾക്കുള്ള പരിഹാരം ചെയ്യുന്നത് ഈ കാലഘട്ടത്തിൽ വളരെ നല്ലതാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഗ്രഹങ്ങൾ പിഴച്ചു കഴിഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ നമ്മളൊരു കസേരയിൽ ഇരുന്നു എന്ന് വിചാരിച്ചാൽ കുറേ കാലം ഒരു കസേരയിൽ ഇരുന്നു, നമ്മൾ എഴുന്നേറ്റ് മാറിയാലും നമ്മുടെ ചൂട് അവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയും പോലെ പിഴച്ച ഗ്രഹങ്ങൾ പിഴപ്പിച്ചു കൊണ്ടേയിരിക്കും. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇനി ശുക്ര കാലഘട്ടമാണ്, ഇനി ശനിയുടെ അപകാരമുണ്ട്, ഇനിയിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചാലും ശത്രുക്കളാൽ ദോഷം. എന്നാൽ നമ്മളേതെങ്കിലും ഈ നക്ഷത്രം ചിത്തിര, ചോതി, വിശാഖം, പിന്നെ അനിഴം നക്ഷത്രവും നമ്മൾ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ സ്ഥിരമായിട്ട് പോവുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അതങ്ങ് വിട്ടുകളയുകയാണെങ്കിൽ അതുവരെ പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം തിരിച്ചടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ ദുർമന്ത്രവാദമൊക്കെ ചെയ്ത് ദുർമന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഈ പോയിട്ട് ശാപവാക്കുകളൊക്കെ ഉപയോഗിക്കുക, മറ്റുള്ളവൻ നശിക്കാൻ വേണ്ടിയൊക്കെ പറയുക, അല്ലെങ്കിൽ അതൊക്കെ തിരിച്ചടിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ഈ 9 മാസം. അതാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും നശിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മളൊന്നും അങ്ങനെ നശിപ്പിക്കാനായിട്ട് എടുക്കണ്ട. അങ്ങനെയൊന്നും ഒരാൾ വിചാരിച്ചാൽ, ഒരാൾ ആവിചാരം ചെയ്താലും ഒന്നും നശിക്കുന്ന കാലഘട്ടമല്ല. അങ്ങനെയൊന്നും പെട്ടെന്ന് നശിപ്പിക്കാനൊന്നും പറ്റില്ല. നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെയൊന്നും ഒരാളെ നശിപ്പിക്കാനൊന്നും പറ്റില്ല. ഈ അടുത്ത കാലത്ത് ഈ 2-3 ദിവസം മുമ്പ് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞ പോലെ, സ്വാമി ഞാനൊരു ദോഷം ഒരാൾക്കും ചെയ്തിട്ടില്ല, പക്ഷേ എൻ്റെ വീടിന് ചുറ്റും ആഭിചാരമാണെന്ന്. ഞാൻ പറഞ്ഞു അതവിടെ കിടന്നോട്ടെ, അല്ലാതെ ഇപ്പം എന്ത് പറയാനാണ്? ആഭിചാരം കുഴിച്ചെടുക്കാൻ പോയാൽ ഇതിനേ ഉള്ളൂ സമയം, അതിന് പരിഹാരം ചെയ്തു നോക്കാൻ അതേ ഉള്ളൂ സമയം. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അതിൻ്റെ വഴിക്ക് നിന്നോട്ടെ, നിങ്ങളതൊന്നും ചിന്തിക്കേണ്ട. എന്തായാലും ഈ നക്ഷത്രങ്ങൾ ജനിച്ചവർക്കുള്ള കാലഘട്ടം അനുകൂലമായിട്ടുള്ള ഒരുപാട് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരും. രാശിമാറ്റമൊക്കെ സംഭവിക്കുന്ന കാലഘട്ടവും ഏപ്രിൽ 14 കഴിഞ്ഞുള്ള മാറ്റങ്ങളൊക്കെ നല്ലതുണ്ടെങ്കിൽ പോലും പിഴച്ച ഗ്രഹങ്ങളുടെ ലക്ഷണം പൂർവ്വജന്മത്തിൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട് ഇത്രയും ഗ്രഹക്കാർ ശ്രദ്ധിച്ചാൽ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ല. അനിഴ നക്ഷത്രക്കാരുടെ പുരുഷനാണെങ്കിലും അനിഴ നക്ഷത്രത്തിലെ സ്ത്രീകളാണെങ്കിലും ഞാൻ വിശാഖ നക്ഷത്രത്തിൽ തുലാം രാശിയാണ്. വാക്കുകൾ ശരിക്കും ഉപയോഗിച്ചില്ലെങ്കിൽ ദോഷം വരിക. കോടതി നിയമ വികാര സന്ധങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. വാഹനങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. ചോദ്യ നക്ഷത്രത്തിലാണെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ, ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാര്യ ഇട്ടിട്ട് പോവും, അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ശപിക്കുകയെങ്കിലും ചെയ്യും. അതുകൊണ്ട് ഭാര്യമാരുമായിട്ട് സംസാരിക്കുമ്പോൾ, ചോദ്യ നക്ഷത്രക്കാരാണെങ്കിൽ ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ, ചോദ്യ നക്ഷത്രക്കാരെ സ്ത്രീകളാണെങ്കിൽ ഭർത്താവുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ നാളെ ശ്യാമുമായിട്ട് ഇരുന്നിട്ട് കുറച്ചുകൂടെ വിശകലനം ചെയ്ത് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. കർണേശു ഉപാസനയോടുള്ള പറയുമ്പോൾ ഇപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞവരൊക്കെ തന്നെ, ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞവരൊക്കെ തന്നെ എന്നെ വിളിച്ച്, സ്വാമി അത് ഒരു കാര്യമെങ്കിലും നടന്നിട്ടുണ്ട് സ്വാമി, ഇതെങ്ങനെ പറ്റുന്നു? എൻ്റെ കാലം ഞാൻ ഇന്ന് ഇദ്ദേഹം പ്രശസ്തനായ ഇദ്ദേഹത്തെ കാണാനായിട്ട് പോയി, അവർ പറഞ്ഞതൊക്കെ തന്നെ ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇതൊക്കെ നോക്കിയെങ്കിലും എനിക്കിതെങ്ങനെ സംഭവിച്ചു സ്വാമി? ഞാൻ പറഞ്ഞു, അയ്യോ നിങ്ങൾക്കത് സംഭവിക്കും എന്നല്ല പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം ഞാനിപ്പോൾ ഓരോ 30 ദിവസം കൂടുമ്പോഴും ഫലങ്ങൾ പറയാം. അതിനുള്ള ശ്രമമാണ്, കഠിനമായ ജോലിയാണിത്, സാധാരണ പോലെയല്ല. അപ്പോൾ ഈ നക്ഷത്രക്കാരെല്ലാം തന്നെ എന്താണ്, രേഖകളിൽ ഒപ്പിടുമ്പോൾ, വസ്തു പ്രമാണങ്ങൾ ഒപ്പിടുമ്പോൾ, പൂർവ്വമായിട്ടുള്ള സ്വത്തുക്കളുടെ പ്രമാണങ്ങൾ, രേഖകൾ നഷ്ടപ്പെടാനുള്ള കാലം ഇതൊക്കെ ഉണ്ട്. രാത്രി ഉറങ്ങുമ്പോൾ കൃത്യമായ സമയത്ത് നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ ഉറക്ക നഷ്ടം ഉണ്ടാകാനുള്ള കാലം, മനസ്സിൻ്റെ വ്യാകുലത കൂടേണ്ട കാലം. വ്യാകുലത കൂടുതലായിരിക്കും മനസ്സിന്, ചുമ്മാ ഒരു കാര്യമില്ല, ഇല്ലാത്ത വ്യാകുലത. പിന്നെ വേറൊരു കാര്യമുള്ളത്, സംശയപരമായ കാര്യങ്ങൾ, വെറുതെ സംശയം തോന്നുക മറ്റുള്ളവരോട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾക്കൊന്നിനോടും സംശയം വേണ്ട. ഓം നമോ നാരായണായ രാവിലെ 8 തവണ, രാത്രി ഓം നമ ശിവായ. പിന്നെ ഏത് മതക്കാരാണെങ്കിലും നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത്, ബൈബിളാണെങ്കിലും വായിക്കുക, ഖുറാനാണെങ്കിലും വായിക്കുക. നിങ്ങൾ ഏതാണോ വിശ്വസിക്കുന്നത് ആ മാർഗത്തിലൂടെ ഈശ്വര എനിക്ക് ദുഃഖങ്ങൾ കുറച്ച് തരണം, എനിക്ക് സമ്പത്തൊന്നും ഇല്ലെങ്കിലും സമാധാനവും ശാന്തിയും വേണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജ്യോതിഷന്മാരെ പോയി കണ്ടാൽ അവർ ചില പരിഹാരക്രിയകളൊക്കെ പറയും. എനിക്കിതിനകത്ത് പരിഹാരക്രിയകൾ കന്നേശു ഉപാസനയിൽ പറയാൻ പറ്റൂല, ശ്രദ്ധിക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.